ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ബിജു പത്മശ്രീ കേട്ടോ. അപ്പോൾ ഞാൻ കൊല്ലത്ത് വന്നതാണ്. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ പുറകെ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ ജോണിയേടൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കിടത്തി ബസ് സ്റ്റോപ്പിൽ തന്നെയാണ്. ഒരു ദിവസം ഞാൻ രാത്രി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റുപാട് നിങ്ങൾക്ക് കാണാം, ഭയങ്കര കാടാണ്. അപ്പോൾ ഈ നിലത്ത് ഒരു മുണ്ട് വിരിച്ചിട്ടാണ് ഈ തണുപ്പത്ത് മഴയത്തൊക്കെ ഇദ്ദേഹം ഇവിടെ കിടക്കുന്നത്. അതിനേക്കാളുപരി നായ്ക്കളെ ശല്യം, പിന്നെ എഴജന്തുക്കൾ, കാരണം അത്രയും വലിയ കാടാ ചുറ്റുള്ളത്. അപ്പോൾ ഇദ്ദേഹം വെറും നിലത്തൊരു തുണി വിരിച്ച് എഴുജന്തുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ നായ്ക്കളുടെ ഇടയിലൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തായാലും ഞാൻ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ഒരു നടപടിയും കാര്യങ്ങളും ആയതായപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ എൻ്റെ അണ്ടറിലുള്ള എനിക്ക് വിശ്വസിക്കാവുന്ന വർഷങ്ങളായി നടത്തി വരാമെന്ന് ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ഇദ്ദേഹത്തെ ആക്കുന്നില്ല. ഞാൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനാഥാലയത്തിലാക്കുന്നില്ല. അപ്പോൾ ഇന്ന് അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും പരമാവധി ഷെയർ ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ അനാഥാലയത്തിലാക്കുന്നുണ്ടെങ്കിൽ കൂടി ഏതെങ്കിലും ബന്ധുക്കൾ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ, ഇദ്ദേഹത്തെ തേടി വരാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. രാവിലെ കുളി കഴിഞ്ഞോ? കുളിച്ചില്ലേ? മൊത്തത്തിൽ മുണ്ടൊക്കെ കുറേ മാറ്റിക്കാണ് വേറെ. അപ്പോൾ ഇത് പുതിയ ആളാണ് കേട്ടോ. നിങ്ങൾക്ക് പുതിയൊരു കൂട്ട്. എന്നെ ഓർമ്മയിട്ടേക്ക് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇവിടെ ഗാനങ്ങളൊക്കെ നടത്തിപ്പോയി. അവിടെ അറിയിച്ചിൻ്റെ ബാക്കിൽ ഇവിടെ ഉണ്ട്. ഇന്നെ അറിയോ? ഓർമ്മണ്ടോ? ബീച്ചിൽ കൊണ്ടേ ഇവിടെ വന്ന് ഗാനങ്ങളൊക്കെ നടത്തി ബീച്ചിലൊക്കെ കൊണ്ടുപോയിട്ടെ കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ എപ്പോഴും ഞാൻ ഇതായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. സ്വാതന്ത്ര്യം ചാരിറ്റബിൾ ട്രസ്റ്റ് എനിക്ക് എൻ്റെ ഒരു വീട് പോലൊക്കെ തന്നെ കേട്ടോ. ഇപ്പോൾ ഉള്ള നിലവിൽ സ്വാതന്ത്ര്യം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പുതിയ ബിൽഡിംഗ് അല്ല, വാടക ബിൽഡിംഗാണ്. അപ്പോൾ ഇതിനു മുമ്പ് NITൻ്റെ നേരെ പുറകിലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് മാറ്റിയാണ്. അപ്പോൾ ഇനി അദ്ദേഹത്തിന് ഇവിടെ സുന്ദരമായിട്ട് കാറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയും തണുപ്പൊന്നും അറിയാണ്ട് പട്ടികളെ ശല്യമൊന്നുമില്ലാതെ സുഖമായിട്ട് കഴിയട്ടോ. സന്തോഷമായോ? ആണല്ലേ? ഇടയ്ക്ക് വരും. പിന്നെ ഞാൻ വിളിക്കുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, റൂം കിട്ടിയില്ലേ, ബെഡ് കിട്ടിയില്ലേ, ഇപ്പൊ വിരിപ്പ് ഇപ്പൊ വരും. അപ്പൊ ഒന്ന് സുഖമായിട്ട് ഇവിടെ കിടക്കാം. ഭക്ഷണം കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. ഇതിന്റെ ഓണർ വരാനുണ്ട്. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ വരികയും പോവുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ. അപ്പൊ എന്തായാലും എൻ്റെ ഒരു ഏട്ടൻ പോലെ തന്നെയാണ്. ഏട്ടനല്ല, നമ്മള് ഗുരുനാഥനാണ്. മൂപ്പര് സുധീർ ചാത്തമംഗലം സ്വാതന്ത്ര്യം ചാരിറ്റബിൾ ട്രസ്റ്റ്. അപ്പോൾ ഇവിടെ എത്തി ജോണിയേട്ടൻ നമ്മളിവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. റൂമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ബെഡ് കിട്ടിയിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു ഒക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങളിനി പോയിക്കോട്ടെ. ജോണിയേട്ടനോട് യാത്ര പറഞ്ഞു പോവുകയാണ്. ഇടയ്ക്ക് വിളിക്കുക, വന്ന് കാണാൻ നോക്കാനുള്ള ഗ്യാരണ്ടി ഇല്ല കേട്ടോ.